in Canva. Without further ado, let's get started. I will be taking class in English and Malayalam. That's the best thing I could do. Okay. അപ്പൊ ആദ്യമായി നമ്മുടെ പി സിയിലും ഫോണിലും ഒരുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. ഞാൻ ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ. കാണാം. ഓക്കെ, അപ്പം നേരെ ഗൂഗിളിൽ പോയി ജസ്റ്റ് ക്യാൻവ സെർച്ച് ചെയ്താൽ മതി. ഫോണിലും ഏകദേശം ഇതുപോലെയാണ്. ഞാൻ ഇപ്പം കുറച്ചുകൂടെ ഈസി പ്രസന്റേഷന് വേണ്ടിയാണ് പി സിയിൽ ഇപ്പം ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. നേരെ ഡയറക്റ്റ് ക്യാൻവയിൽ പോയി ജസ്റ്റ് പോസ്റ്റർ സെർച്ച് ചെയ്താൽ മതി. ഇതിൽ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പം ജസ്റ്റ് ബ്ലാങ്ക് പോസ്റ്റർ ചെയ്ത് തുടങ്ങും. ഇന്ന് എൻവയോൺമെന്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഒരു എൻവയോൺമെന്റ് ഡേ പോസ്റ്റർ തന്നെ നിർമ്മിക്കാം. അതിനായി ഒരു ഇവന്റ് ആയതുകൊണ്ട് നമുക്ക് അതിന് ഏറ്റവും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ സെലക്ട് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ഈ ക്യാൻവയുടെ ലെഫ്റ്റ് എൻഡിൽ ഈ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. ടെംപ്ലേറ്റ്സ്, എലമെന്റ്സ്, അപ്ലോഡ്സ്, ഫോട്ടോസ്, ടെക്സ്റ്റ്, സ്റ്റൈൽസ്, ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എൻവയോൺമെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് എൻവയോൺമെന്റ് എന്ന് തന്നെ സെർച്ച് ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് നല്ല പിക്ചർ കിട്ടും. അപ്പൊ ഞാൻ ഈ പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. ഇതിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ ടെംപ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പിക്ചർ വരും. അപ്പൊ ഇൻ കേസ് ആ പിക്ചർ സൂം ആയിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൂം ആക്കാം. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയി. ഇനി നമുക്ക് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ലെഫ്റ്റ് കോർണറിൽ ടെക്സ്റ്റ് എന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ടോപ്പിൽ തന്നെ ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടെംപ്ലേറ്റിൽ വരും. നമുക്കിപ്പോൾ ഒരെണ്ണത്തിന്റെ ആവശ്യകതയേ ഉള്ളൂ. മറ്റേത് ഡിലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ആദ്യമായി നമുക്ക് കോളേജിന്റെ പേര് തന്നെ കൊടുക്കാം. ഇതിപ്പം നമ്മുടെ ടെംപ്ലേറ്റിന്റെ പകുതിയിൽ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ റീസൈസ് ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ടോപ്പിൽ തന്നെ നമുക്ക് ഫോണ്ടിന്റെ സൈസ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഫോണ്ട് സൈസിൽ നമുക്ക് കുറയ്ക്കാം. 100 ആക്കിയപ്പോഴും ഒരുപാട് വലുതാണ്. അപ്പൊ വീണ്ടും കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് വരെ നമുക്ക് ഈ കോർണറിലെ ബട്ടൺ വെച്ച് നമുക്ക് റീസൈസ് ചെയ്യാം. ഇതിന് കുറച്ചുകൂടെ സൂം ഇൻ ആവാൻ വേണ്ടി ഈ ഡൗണിൽ ബോട്ടത്തിൽ ഈ സൂം ഇൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചുകൂടെ സൂം ഇൻ ആയ ഒരു 25% or 50% ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഇനി നമ്മുടെ കോളേജിന്റെ ലോഗോയും ഇല്ലെങ്കിൽ അസോസിയേഷന്റെ ലോഗോയും ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോഗോ ആയിരിക്കും നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ട. അപ്പൊ അതിനായി ഒരു ലോഗോ ഇൻപുട്ട് ചെയ്യുമ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിന് വേണ്ടി ഈ വേറൊരു സൈറ്റ് ഉണ്ട്, നമുക്ക് ഏതൊരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ജസ്റ്റ് remove.bg എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. എൻ്റെ കയ്യിൽ കോളേജിന്റെയും നമ്മുടെ അസോസിയേഷന്റെയും ലോഗോ ഉണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ remove.bg സൈറ്റിൽ പോയി നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ പിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇതിൽ ഏതെങ്കിലും പാർട്ട് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇമേജിൽ പോയി ഈ എറേസ് ആൻഡ് റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. പിക്ചർ സൂമും ചെയ്യാം. ഇതില് പ്രോഗ്രസ് ത്രൂ എഡ്യൂക്കേഷൻ 3 ബ്ലർ ആണ്, അത് നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിന് ഇതില് ക്യാൻവയുടെ ലെഫ്റ്റ് ഹാൻഡിൽ അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് മീഡിയ, ഡിവൈസ്, എന്നിട്ട് നമ്മൾ സേവ് ചെയ്തേക്കുന്ന ഫോൾഡറിൽ പോയി ആ പിക്ചർ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആ ലോഗോ ഇതിൽ ഇൻപുട്ടാ. ഇതേപോലെ നമുക്ക് വേറെ പിക്ചർ വേണമെങ്കിലും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. എന്നിട്ട് ആ ലോഗോയിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടെംപ്ലേറ്റിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിനെ റീസേർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിൽ കൊണ്ടുവന്ന് കറക്റ്റ് പ്ലേസിൽ വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ലോഗോ ആയി. ഇനി നമ്മുടെ അസോസിയേഷന്റെ ലോഗോ വേണം. അപ്പൊ അതിന് ഇതേപോലെ remove.bg പോയി നമ്മുടെ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. എൻ്റെ ഞാൻ നേരത്തെ റിമൂവ് ചെയ്ത ഒരു പിക്ചർ ഉണ്ട്, അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ അസോസിയേഷന്റെ ലോഗോയുടെ താഴെ നമ്മുടെ അസോസിയേഷന്റെ നെയിമായ ഇലക്ട വെക്കണം. അപ്പൊ അതിനായി വീണ്ടും നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം. ടെക്സ്റ്റ്, ആഡ് ഹെഡിങ് ഓർ ആഡ് എ സബ് ഹെഡിങ്. ഞാൻ ഇപ്പൊ ആഡ് എ സബ് ഹെഡിങ് കൊടുക്കുന്നു. ഇലക്ട. ഈ നമ്മൾ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞാൽ അത് തന്നെ ഒരുപാട് ഫോർമാറ്റ് ഓപ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും.
അതിൽ ഒന്നാണ് ഫോണ്ട്. ഫോണ്ട് നമുക്ക് ഒരുപാട് ഫോണ്ട് ക്യാൻവയിലുണ്ട്. അതിൽ ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണ്ടിനെ റീസൈസ് ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ ഫോണ്ട് 76 ആണ് സൈസ്. അപ്പൊ അതിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ജസ്റ്റ് 50 ഓർ റാൻഡം നമ്പർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലോഗോ ശരിയായി, കോളേജ് നെയിം ശരിയായി. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം വെക്കണം. അതിനായി വീണ്ടും നമുക്ക് നേരെ ടെക്സ്റ്റിലോട്ട് പോകാം. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇതിപ്പോ അത്ര വലുതാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഈ ടെംപ്ലേറ്റിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. അതിന് ടെക്സ്റ്റിന്റെ സൈസ് കുറയ്ക്കുക. ഇനി ഈ ടെക്സ്റ്റിന്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഈ ടെക്സ്റ്റ് കളറിൽ പോകും. എന്നിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഇതിൽ നിന്ന്. ഓക്കെ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കളറിന്റെ നെയിം സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓറഞ്ച്, റെഡ്, ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇനി വിഷസ് യു എന്നും പറഞ്ഞൊരു ടെക്സ്റ്റ് കൂടെ കൊടുക്കാം. അതിനായി നമുക്ക് ഇനി വീണ്ടും ടെക്സ്റ്റിൽ പോയി അടുത്ത ആഡ് എ സബ് ഹെഡിങ് എന്ന് കൊണ്ടുവന്നതിനേക്കാളും ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് ജസ്റ്റ് കൺട്രോൾ-C കൺട്രോൾ-V ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഏതിനെയാണ് കോപ്പി ചെയ്ത അതിന്റെ ഒരു കോപ്പി കിട്ടും. എന്നിട്ട് നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഫോണ്ട് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഹാപ്പി എൻവയോൺമെന്റ് ഡേ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൊടുക്കണം. അതിന് ജസ്റ്റ് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം.
ഇതിനും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ഇന്നത്തെ ഡേറ്റ് വെക്കാം. അതിന് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. എന്നിട്ട് സൂം ഇൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് വരെ ഫോർമാറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിന് ചുറ്റും ഒരു എക്സ്ട്രാ ലുക്കിന് വേണ്ടി നമുക്കൊരു ബോക്സ് ആഡ് ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി എലമെന്റ്സ് ടാബിൽ പോകുക. എലമെന്റ്സ് ടാബ് ലെഫ്റ്റ് സൈഡിൽ ടെംപ്ലേറ്റ്സിന് താഴെയുണ്ട്. എലമെന്റ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഔട്ട്ലൈൻ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സൈസ് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റത്തില്ല ഓരോ സൈഡ്. അപ്പൊ അതിന് പകരം നമുക്ക് ഇതില് ലൈൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആ ഒരു ലൈൻ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് വരെ കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് അതിന്റെ ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഈ സർക്കുലർ അലയിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് അതിന്റെ ആംഗിൾ മാറും. ഇപ്പം 90 ഡിഗ്രി ആയി. അതിന്റെ സൈസ് കൂട്ടി നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് വരെ കൊണ്ടുവരിക. എന്നിട്ട് ഇപ്പം അപ്പർ സൈഡിന് വേണ്ടി ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. Ctrl+C, Ctrl+V. ഇപ്പൊ ഫോണിലാണെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ അതിൽ തന്നെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പം ഫുള്ളായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. അതിനായി ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക എല്ലാം. എന്നിട്ട് ഈ ടോപ്പില് റൈറ്റ് കോർണറിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത് ഫുള്ള് ഗ്രൂപ്പാണ്. ഇനി നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മൂവ് ചെയ്യാം. പക്ഷെ ഇത് ഡിഫറെന്റ് കമ്പണന്റ് ആണ് നമ്മൾ നിർമ്മിച്ചത്. ഇനി നമുക്ക് ഇതിൽ ഒരു കമ്പണന്റ് ആണ് വീണ്ടും മൂവ് ചെയ്യേണ്ടത് എങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടോപ്പിൽ തന്നെ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഫുള്ള് അൺഗ്രൂപ്പാണ്. അപ്പൊ ഇപ്പൊ ഓരോ കമ്പണന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ കമ്പണന്റ് ആയിട്ട് മൂവ് ചെയ്യാം. ഈ ഗ്രൂപ്പിങ്ങും അൺഗ്രൂപ്പിങ്ങും ഒരുപാട് ഹെൽപ്പുള്ള ഒരു ടൂളാണ്. ഓക്കെ, അപ്പം ഏകദേശം പോസ്റ്ററായി. ഇനി ഇതില് കുറച്ചുകൂടി ടൂൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വീണ്ടും ഫോട്ടോയ്സ് പോവാം. ഫോട്ടോസ് പോയി വീണ്ടും നമുക്ക് വേറെ ഇഷ്ടമുള്ള കീവേഡ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ പിക്ചർ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നു.
ഇപ്പൊ നമ്മുടെ ഏകദേശം പോസ്റ്റർ റെഡിയായി. ഇനി ബാക്കിയുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഈ ഏറ്റവും എളുപ്പമുള്ള ടൂൾസ് ആണ് എലമെന്റ്സ്. ഇപ്പൊ ഇൻ കേസ് ഇതിപ്പോ ഒരു സൂമിലാണ് ഇപ്പൊ ഈ വെബിനാർ എടുക്കുന്നത്, ഇല്ലെങ്കിൽ വേറെ വെബിനാർ എടുക്കുന്നതിന് നമുക്ക് സൂമിന്റെ ലോഗോ വേണം. അതിന് നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് എലമെന്റ്സ് പോയി സൂം എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് സൂമിന്റെ ഒരുപാട് ലോഗോസ് വരും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്ത് നമുക്ക് ടെംപ്ലേറ്റ് കൊണ്ടുവന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് വേറെ വേണം, പക്ഷെ നമുക്ക് കീവേഡ് അറിഞ്ഞോട്. അപ്പൊ അതിന് പകരം ഇതേപോലുള്ള കമ്പനി സെലക്ട് ചെയ്ത് അതിന്റെ മേളിൽ ഈ ഇൻഫോ എന്നും പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് അതിനെ കുറിച്ചുള്ള കീവേഡ്സ് കിട്ടും. അപ്പൊ ഇത് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് വേറെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കമന്റ്സ് കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ക്യാൻവയിൽ ഈ ക്രൗൺ പിക്ചർ ഉണ്ടെങ്കിൽ അത് വാട്ടർമാർക്ക്ഡ് ആണ്. ഇപ്പോൾ വാട്ടർമാർക്ക്ഡ് ആണെങ്കിൽ ഈ ക്രോസ് മാർക്ക് വരും. അത് ആക്ച്വലി അധികം പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അതിന് പകരം ഈ ക്രൗൺ സിമ്പിൾ ഇല്ലാത്ത വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇൻ കേസ് ഇതിലൊന്നും പിക്ചർ ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാൻവയുടെ ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് പെക്സൽസ് അല്ലെങ്കിൽ പിക്സബേ, ഇത് രണ്ടും ഈ ഫ്രീ ഇമേജസ് ഉള്ള സൈറ്റ് ആണ്. ഒരുപാട് നല്ല നല്ല ഇമേജസ് ഈ രണ്ട് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കീവേഡിന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ പിക്ചറിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത നമ്മുടെ ടെംപ്ലേറ്റിൽ വരും. നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വേണം. അപ്പൊ നമ്മൾ നിർമ്മിച്ച ഈ ടെംപ്ലേറ്റ് ചേഞ്ച് വരുത്തുന്നതിനേക്കാളും ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അത് ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് എറേഴ്സ് കുറച്ചുകൂടെ കുറയാൻ പറ്റും. ഇപ്പം വീണ്ടും ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നേ ചെയ്യുന്നേക്കാളും നല്ലത് മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ ടെംപ്ലേറ്റിന്റെ മേളിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റിന്റെ വെറും ബേസിക് ടെംപ്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ ഡയറക്റ്റ് ഈ ആഡ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് വരും. അപ്പൊ നമുക്ക് ബ്ലാങ്ക് ടെംപ്ലേറ്റ് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോണ്ട് ഇപ്പൊ രണ്ടായി. അപ്പൊ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും വരും. എന്നിട്ട് ഇപ്പൊ ചേഞ്ചസ് വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. അതായത് ഏകദേശം ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 50% മേളിൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാം. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു പുതിയ ഡിസൈൻ എടുത്ത് ചെയ്ത് അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് വേറെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒറിജിനൽ ഉണ്ട്, വീണ്ടും നമുക്ക് അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഈ സൂം എന്ന് പറയണ ഈ ലോഗോ ഞാൻ ടെക്സ്റ്റിന്റെ മുകളിൽ വെച്ച്, അപ്പൊ ഇത് നമുക്ക് അതിന്റെ പിറകിൽ വേണം പോവാം. അപ്പൊ അതിനായി മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഷോർട്ട് കട്ട് ഉണ്ട്. അത് കൺട്രോൾ പ്ലസ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അപ്പൊ ജസ്റ്റ് കൺട്രോള് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ ഇത് അതിന് പിറകിലോട്ട് പോകും. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിന് പിറകിലോട്ട് പോയി. ഇനി നമുക്ക് അതിനെ വീണ്ടും ഫോർവേഡ് കൊണ്ടുപോയെങ്കിൽ ജസ്റ്റ് അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, ബ്രിങ് ടു ഫ്രണ്ട്. ഡയറക്റ്റ് ബ്രിങ് ടു ഫ്രണ്ട് ക്ലിക്ക് ചെയ്താൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ നമ്മുടെ കമ്പണന്റ് വരും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ വെബിനാറിനൊക്കെ ഒരു സ്പീക്കർ ഇല്ലെങ്കിൽ ഒരു റിസോഴ്സ് പേജ് കാണും.
അപ്പം അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി ക്യാൻവയിൽ തന്നെ ഒരുപാട് ഫോട്ടോ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്തു നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്ത് ക്യാൻവയില് എലമെന്റ്സ് ടാബിൽ പോയി ജസ്റ്റ് ഫ്രെയിം ഓപ്ഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഈ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ ഈ ക്ലൗഡ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇൻപുട്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഈ ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ആ റിസോഴ്സ് സ്പേസിന്റെ പിക്ചർ ഇല്ലെങ്കിൽ വേറെ ഏത് പിക്ചർ വേണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് ഓക്കെ, ഈ പിക്ചർ എടുക്കാം. ഈ പിക്ചർ അതിൽ ഇൻസേർട്ടായി. ഇനി ആ പിക്ചർ നമുക്ക് റീസൈസ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിന് ഇപ്പൊ ഒരു ബ്രൈറ്റ്നസ് കുറവാണ്, ഇല്ലെങ്കിൽ അതിന് ഫ്ലിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സാച്ചുറേഷൻ കിട്ടും, അതിന് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് ഈ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ബാർ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ബ്രൈറ്റ്നസ് കൂട്ടുമ്പം നമ്മുടെ സെലക്ട് ചെയ്ത ഇമേജിലെ ബ്രൈറ്റ്നസ് കൂടും. അതേപോലെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, പിന്നെ ബ്ലർ ചെയ്യണമെങ്കിൽ ബ്ലർ ഓപ്ഷനാണ്. ഇത് നമ്മൾ കുറെ പ്രോസസ് ചെയ്ത് അപ്പൊ നമ്മൾ ഓരോ ബട്ടണ് അതെന്തോന്നാണ് ചെയ്യണ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായി ഇതിൽ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയാം. അപ്പൊ ഈ വിഷ്വൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നമുക്ക് കുറച്ചുകൂടെ ബ്ലർ ഇല്ലെങ്കിൽ ഇൻവിസിബിൾ ആകണം. അതിന് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഈ മേളില് റൈറ്റ് കോർണറിലെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ക്ലിക്ക് ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പൊ 0 ആയി കഴിഞ്ഞാൽ അതിലില്ല, ഇൻവിസിബിൾ ആണ്. അത് ഒരു 50% ആക്കിയ അത് 50 ആയി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസ്പെറൻസി രീതിയിൽ നമുക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ ഈ ലോക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇത് മാത്രം സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോ ഇത് 3 സെലക്ട് ആവും. അപ്പൊ അതിന് പകരം നമുക്ക് വേണ്ടാത്തതിനെ സെലക്ട് ചെയ്ത് ലോക്ക് ഓപ്ഷൻ ഉണ്ട്. ആ ലോക്കിൽ ക്ലിക്ക് ചെയ്താൽ അത് പെർമനന്റ് ആയിട്ട് ലോക്ക് ആവും. പിന്നെ നമ്മളിങ്ങനെ ഫുള്ള് സെലക്ട് ചെയ്താലും അത് സെലക്ട് ആവാതെ ബാക്കിയുള്ളത് മാത്രമേ സെലക്ട് ആവും. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരുപാട് പിക്ചർ ഇല്ലെങ്കിൽ ടെക്സ്റ്റ് കമ്പണൻസ് വരുമ്പോൾ ഈ ലോക്ക് ഓപ്ഷൻ വളരെ ഉപയോഗപ്പെടും. അപ്പൊ അത് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് വീണ്ടും ഇത് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ഞെക്കിയാൽ ആ ലോക്കിൽ ഒന്നുകൂടി ക്ലിക്ക് ആവും, അൺലോക്ക് ആവും. പിന്നെ ഇതിന് നമുക്ക് വെർട്ടിക്കല് ഹൊറിസോണ്ടല് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് ഈ ഫ്ലിപ്പ് സെക്ഷൻ ഉണ്ട്, രണ്ടെണ്ണം, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ആൻഡ് ഫ്ലിപ്പ് വെർട്ടിക്കൽ. അപ്പൊ അതിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. വെർട്ടിക്കൽ ആയി കഴിഞ്ഞാൽ ടോപ്പ് ഡൗൺ ആവും, ഡൗൺ ടോപ്പ് ആവും. ഓക്കെ, ഇനി വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ലെഫ്റ്റ് കോർണറിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ബാക്ക്ഗ്രൗണ്ട് വരും. ഇത് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ടെംപ്ലേറ്റ് ഫുള്ളായിട്ട് വരും.
ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ. ഇതിൽ കളർ മാത്രവും കിട്ടും. ജസ്റ്റ് ടോപ്പില് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടപ്പെട്ട കളർ കിട്ടും. പിന്നെ ഈ എലമെന്റ്സ് ടാബിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഗ്രേഡിയൻ. അത് നമുക്ക് നോക്കാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വെറും ബ്ലാങ്ക് ആക്കാം, ബ്ലാങ്ക് കളർ. ഇനി ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് വൈറ്റ് ആയി. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കളർ ടാബിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ആയി. ഇനി എലമെന്റ്സ് ടാബിൽ പോയി ഗ്രേഡിയന്റ് വന്ന് സെർച്ച് ചെയ്യാം. ഇത് ഓരോരുത്തരെയും ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരുപാട് ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ എലമെന്റ്സ് ടൂളിന്റെ ഏറ്റവും നല്ല ഒരു ഇമ്പോർട്ടൻസ്. ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കാം ക്യാൻവയിൽ. എന്നിട്ട് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ബട്ടൺ പോയി നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇതുപോലെ കളർ സെലക്ട് ചെയ്യാം. ഇനി താഴെയും വേണമെങ്കിൽ ജസ്റ്റ് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് താഴെയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു ടെംപ്ലേറ്റിൽ നിന്ന് വേറെ ടെംപ്ലേറ്റിലും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിന് ജസ്റ്റ് ടെംപ്ലേറ്റിൽ പോയി ജസ്റ്റ് കോപ്പി ഇതിൽ വന്ന് പേസ്റ്റ്. ഓക്കെ, ഇനി ഇതേപോലെ വേറെ കീവേഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഗ്രേഡിയന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കീവേഡ് കിട്ടും. ഇതിനധികം കീവേഡ്സ് ഇല്ല. ഈ ഒരുപാട് വേറെ ഡിസൈൻ ഒക്കെ വേണമെങ്കിൽ നമ്മൾ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കീവേഡ്സ് വരും. അത് വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് ഡിഫറെന്റ് കമ്പോണൻസ് എലമെന്റ്സ് ടാബിൽ നിന്ന് കണ്ടുപിടിക്കാം. ഈ എലമെന്റ്സ് ടാബിൽ ഗ്രാഫിക്സ് ഓപ്ഷനിൽ ഒരുപാട് നമുക്ക് ഗ്രാഫിക്സ് ഉള്ള ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നമ്മുടേതായ ക്രിയേറ്റീവ് ആയ രീതിയിൽ നമുക്ക് പോസ്റ്റ് ഡിസൈൻ ചെയ്യാം. ബോർഡ് ഓക്കെ. ഇതിൽ കോർണർ ഡിസൈൻ ഒരുപാടുണ്ട്. ഇപ്പൊ കോർണർ ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് കീവേഡ് കിട്ടും. അതനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഹോവർ ചെയ്ത് ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരുപാട് കീവേഡ് കാണിക്കും. എന്നിട്ട് അതിനനുസരിച്ച് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഈ ടെംപ്ലേറ്റ് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം.
പിന്നെയും എലമെന്റ്സ് ടാബിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരുപാട് ഓപ്ഷൻസ് വരും. അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് കീവേഡ് സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കണ്ടുപിടിക്കാം. ഇനി കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാ പറയാം. കൺട്രോൾസ്. ഇതിന്റെ നമുക്ക് ഈ സ്പെല്ലിങ്ങിന്റെ ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിന് ഈ മോർ ക്ലിക്ക് ചെയ്യുക. സോറി, മോർ അല്ല, എഫക്റ്റിന്റെ ലെഫ്റ്റിലുള്ള ഈ ഓപ്ഷനാണ് സ്പേസിങ്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലെറ്ററിന്റെ സ്പേസിങ് ഇല്ലെങ്കിൽ ലൈൻ സ്പേസിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഈ ലെറ്റർ സ്പേസിങ് കൂട്ടിയ ആ ടെക്സ്റ്റ് ഒരുപാട് ലാർജ് ആവും. ടെക്സ്റ്റ് അല്ല, ടെക്സ്റ്റിന്റെ ഇടയിലുള്ള സ്പേസ്. അതേപോലെയാണ് ലൈൻ സ്പേസ് എന്ന് പറയുമ്പം മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മുടെ സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ ഫുള്ള് ക്യാപ്സ് ആക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്, അപ്പർ കേസ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് ഫുൾ നമ്മളെ ഈ ലോവർ കേസ് എല്ലാം അപ്പർ കേസാ. അതുപോലെ അത് അൺക്ലിക്ക് ചെയ്ത എല്ലാം നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത രീതിയിൽ തന്നെ വരും. പിന്നെയുള്ള ഇറ്റാലിക്സ് ഡിസൈനിൽ പോകും. പിന്നെ ഈ ബോൾഡ് ഉണ്ട്, അത് ചില ടെക്സ്റ്റിന് മാത്രമേ ബോൾഡ് ഓപ്ഷൻ ഉള്ളൂ. ഇതിന് ബോൾഡ് ഓപ്ഷൻ ഇല്ല. ഈ ഓപ്പൺ സാൻസ് എക്സ്ട്രാ എന്ന ഫോണ്ടിന് ബോൾഡ് ഓപ്ഷൻ ഇല്ല. അതുപോലെ പക്ഷെ ഈ വിഷ്വസ് യു എന്ന് ഉള്ളതിലും വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് എടുക്കാം, അതിൽ കാണും. ഓക്കെ, ഇതിനുണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് ബോൾഡ് ക്ലിക്ക് ചെയ്ത ആ ഫുൾ ലെറ്റേഴ്സും ബോൾഡ് ആവും. ഇതുപോലെ. നെയിം ഫോർമാറ്റ് ഓപ്ഷൻ ഒരുപാടുണ്ട്. ഇത് ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ അലൈൻമെന്റ് ചെയ്യാം. ഇതിപ്പം എല്ലാം ഒരു രീതിയിൽ അലൈൻ ചെയ്യും. ഇത് റൈറ്റ് അലൈൻ ടു ലെഫ്റ്റ്, അല്ലെ ഇത് മിഡിൽ ടു ലെഫ്റ്റ്. അത് നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ അലൈൻ ചെയ്ത് ഒരു പോസ്റ്ററിനെ കുറച്ചുകൂടെ ഒരു ലുക്ക് വരുത്താം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോർമാറ്റിംഗ്, ടെക്സ്റ്റ്, ഇമേജ്, അങ്ങനെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. തൗഫീഖ്, ആ, ഈ ലൈവ് വാൾപേപ്പർ പോലെ നമ്മൾ ഇടത്തില്ലേ, അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലൈവ് വാൾപേപ്പർ എടുക്കാം, പക്ഷെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രീമിയം ഉണ്ടെങ്കിലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
ഹലോ അണ്ണ. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞില്ല, അത് പറഞ്ഞുതരാം. ഹലോ. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പോസ്റ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ മേലില് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഫോർമാറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. PNG ഉണ്ട്, JPEG ഉണ്ട്, PDF ഉണ്ട്, MP4 ഉണ്ട്, GIF ഉണ്ട്. അപ്പൊ നമുക്ക് JPEG അല്ലെങ്കിൽ PNG ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ JPEG അല്ലെങ്കിൽ നമുക്ക് PNG സെലക്ട് ചെയ്യാം. അപ്പൊ JPEG സെലക്ട് ചെയ്യും. എന്നിട്ട് ഇപ്പൊ ഇതില് ടോട്ടൽ 5 പേജസ് ഉണ്ട്, 5 പേജസ്. അപ്പൊ നമുക്ക് 5 പേജ് വേണമെങ്കിൽ ആൾ 5 നമുക്ക് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട മാത്രം സെലക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ നമ്പർ 2 ആണ്. ജസ്റ്റ് 2 സെലക്ട് ചെയ്ത് ടൺ കൊടുക്കുക. അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം ഡൗൺലോഡ് ആവും. ഓക്കെ, അത് ഡൗൺലോഡ് ആയി. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. അത് നമ്മൾ ഫോർമാറ്റ് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും. JPEG, PNG അങ്ങനെ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. അത് ഇഷ്ടമുള്ള നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടോ? ഇനി പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി ഡയറക്റ്റ് മോഡേൺ പോസ്റ്റർ ഇല്ലെങ്കിൽ ലേറ്റസ്റ്റ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. എന്നിട്ട് അതെല്ലാം നമ്മൾ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് നല്ല പോസ്റ്റർ നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഈ എലമെന്റ്സ് ടാബ് ഒരു അടിപൊളി ഓപ്ഷനാണ്. അതാണ് സത്യം പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ്. അതിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാം. ഓക്കെ, വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. താങ്ക് യു. ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ലേ? ഹലോ. താങ്ക് യു തൗഫീഖ്, നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. നെക്സ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ഞാൻ ജെറിൻ ജോസഫിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ബഹുമാനപ്പെട്ട HOD നീതുരാജ് മിസ്, അതുപോലെ തന്നെ കോർഡിനേറ്ററായ കാരുണ്യ മിസ്, സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ഷിമി ഷിബു, റുക്സാന, സലീം, എല്ലാവർക്കും നന്ദി. പിന്നെ അതുപോലെ തന്നെ ഹൗ ടു ഡിസൈൻ എ പോസ്റ്റർ ഇൻ മിനിറ്റ്സ് എന്ന പ്രോഗ്രാം നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത ഇലക്ട്രിക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതിമനോഹരമായിട്ട് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, അതിന്റെ തുടക്കം ഏറ്റവും ബേസിക് ആയിട്ട് കാര്യം തൊട്ട് നമുക്ക് അതിന്റെ ഏറ്റവും നല്ല രീതിക്ക് അതെങ്ങനെ മാക്സിമം നല്ല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാമെന്ന് നമുക്ക് പറഞ്ഞ തൗഫീഖ് ബാർബറിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത്രയും നല്ല മാക്സിമം വിജയം ആക്കി തന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഇതിന്റെ കോർഡിനേറ്റർ ഭാഗത്തു നിന്നും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. ഫീഡ്ബാക്ക് ഫോം ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഫിൽ ചെയ്യാൻ ശ്രമിക്കും. താങ്ക് യു.